നമസ്കാരം. ബാറിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് IT ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ നടി ലക്ഷ്മി മേനോനെ ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുന്നു. നടിക്കൊപ്പം മിഥുൻ, അനീഷ് എന്നിവരും മറ്റൊരു പെൺസുഹൃത്തും ഉണ്ടായിരുന്നു. ഈ കാറിലുണ്ടായിരുന്നു എന്നാണ് ഇത്തരത്തിൽ ഈ പോലീസ് FIRൽ പറയുന്നത്. മിഥുനെയും അനീഷിനെയും എറണാകുളം നോർത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ലക്ഷ്മി മേനോനെയും ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരം. എന്നാൽ ഇവർ ഒളിവിലാണെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പിടിയിലായവർ ആലുവ, പറവൂർ സ്വദേശികളാണ്. ആലുവ സ്വദേശിയായ യുവാവാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ ലക്ഷ്മിയും ഉണ്ടായിരുന്നുവെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യുവാനായി തീരുമാനിച്ചിരിക്കുന്നത്. ഞായറാഴ്ച കൊച്ചിയിലെ ബാനർജി റോഡിലുള്ള ബാറിൽ വെച്ചായിരുന്നു തർക്കവും കയ്യാങ്കളിയും ഉണ്ടായത്. ലക്ഷ്മി മേനോനും സുഹൃത്തുക്കളും ഒരു ഭാഗത്തും മറ്റൊരു സംഘം മറുഭാഗത്തുമുണ്ടായി തർക്കം പിന്നീട് റോഡിലേക്ക് നീങ്ങി. പരാതിക്കാരനും സുഹൃത്തുക്കളും ബാറിൽ നിന്ന് മടങ്ങിയെത്തിയതിന് പിന്നാലെ പ്രതികൾ ഇവരുടെ കാറിന് പിന്തുടർന്നു. രാത്രി 11:45 നോർത്ത് റെയിൽവേ പാലത്തിനു മുകളിൽ വെച്ച് പ്രതികൾ കാർ തടഞ്ഞ പരാതിക്കാരനെ കാറിൽ നിന്ന് വലിച്ചിറക്കി കൊണ്ടുപോവുകയായിരുന്നെന്നാണ് പരാതിയിൽ പറയുന്നത്. കാറിൽ വെച്ച് മുഖത്തും ദേഹത്തുമെല്ലാം മർദ്ദിച്ചുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നും അലിയാർ ഷാ സലീം പറയുന്നു. പിന്നീട് ഇയാളെ ആലുവ, പറവൂർ കവലയിൽ ഇറക്കി വിടുകയായിരുന്നു. തിങ്കളാഴ്ച നോർത്ത് പോലീസ് സ്റ്റേഷനിൽ യുവാവ് നൽകിയ പരാതിയെ തുടർന്ന് CCTV ദൃശ്യങ്ങളെ സഹായത്തോടെ കാറിന്റെ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പ്രതികളിലേക്ക് എത്തുകയായിരുന്നു. നടിയെ മൂന്നാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോയ യുവാവിനൊപ്പമുള്ളവരുമായി ലക്ഷ്മി മേനോനൊപ്പമുള്ള യുവതി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതിന്റെ വീഡിയോ ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. കാറിലുണ്ടായിരുന്ന യുവാവിനോട് ലക്ഷ്മിക്കൊപ്പം ഉണ്ടായിരുന്ന യുവതി തർക്കിക്കുന്നതായാണ് ഈ വീഡിയോയിൽ കാണാവുന്നത്. ലക്ഷ്മി മേനോനെ ചോദ്യം ചെയ്യുവാൻ ഒരുങ്ങുകയാണ് പോലീസ്. അതേസമയം നടി ഒളിവിലാണെന്ന വിവരമാണ് പോലീസ് നൽകുന്നത്. ബാറിൽ വെച്ച് രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിന് പിന്നാലെയായിരുന്നു ഈ സംഭവം. തർക്കത്തെ തുടർന്നുണ്ടായ വൈരാഗ്യത്തിൽ യുവാവിനെ മർദ്ദിച്ച് കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയെന്നാണ് കേസ്. അതേസമയം അറസ്റ്റിലായ സോനമോളുടെ പരാതിയിൽ എതിർ സംഘത്തിൽപ്പെട്ട ഒരാൾക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവം നടക്കുമ്പോൾ നടി മദ്യലഹരിയിലാർന്നുവെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. തമിഴിലെയും മലയാളത്തിലെയും പ്രമുഖ നടന്മാർക്കൊപ്പം നായികയായി ഈ നടി അഭിനയിച്ചിട്ടുണ്ടെന്നും വാർത്തകളെത്തി. പിന്നീടാണ് നടി ലക്ഷ്മി മേനോനാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. വെലോസിറ്റി ബാറിൽ വെച്ചുണ്ടായ തർക്കമാണ് ഇത്തരത്തിലൊരു തട്ടിക്കൊണ്ടുപോകലിലേക്ക് നീങ്ങിയത്. കേസിന്റെ അന്വേഷണം നടിയിലേക്ക് എത്തുമെന്ന സൂചനകളാണുള്ളത്. ഇതിനിടെ നടി കേസിൽ പ്രതിയാക്കാതിരിക്കുവാനും സമ്മർദ്ദം ഉയർന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ച് എല്ലാം ഉറപ്പിച്ചു. ഇതിനു പിന്നാലെയാണ് നടിയെ അനുകൂലിക്കുന്നവർ അനുനയത്തിലെത്തുന്നത്. ഇതോടെ കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെടുവാനുള്ള സാധ്യത ചർച്ചകളിൽ എത്തുകയാണ്. ഞായറാഴ്ച രാത്രി ബാനർജി റോഡിലെ ബാറിൽ വെച്ചാണ് ഇത്തരത്തിൽ തർക്കമുണ്ടായത്. ഇതിനുശേഷം കാറിൽ മടങ്ങുകയായിരുന്ന IT ജീവനക്കാരനായ യുവാവിനെ പ്രതികൾ നോർത്ത് പാലത്തിന് സമീപം കാർ വട്ടം വെച്ച് തടഞ്ഞു. അതിനുശേഷമായിരുന്നു അക്രമം. പ്രതികളായ മിഥുൻ, അനീഷ്, സോനമോൾ എന്നിവരെ തിങ്കളാഴ്ച രാവിലെയാണ് അറസ്റ്റ് ചെയ്തത്. സെൻട്രൽ ACP CB ടോം, ഇൻസ്പെക്ടർ ജിജിൻ ജോസഫ്, സബ് ഇൻസ്പെക്ടർമാരായ എയിൻ ബാബു, റെജി, അഭിജിത്ത്, റാണി, SPOമാരായ ഷിജു, കോയ, മഹീൻ, വിനോജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളിൽ നിന്നും നടിയെക്കുറിച്ചുള്ള സൂചനകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. മലയാളത്തിൽ തുടങ്ങി തമിഴിൽ സജീവമായ സിനിമകൾ ചെയ്തു വരുന്ന നടിയാണ് ലക്ഷ്മി മേനോൻ. വിനയന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ രഘുവിന്റെ സ്വന്തം രസിക എന്ന ചിത്രത്തിലൂടെയാണ് ലക്ഷ്മി അരങ്ങേറ്റം കുറിച്ചത്. 2012 പുറത്തിറങ്ങിയ തമിഴ് സിനിമ സുന്ദരപാണ്ഡ്യനിലൂടെ നായിക നടിയായി. കുംകിയാണ് ലക്ഷ്മിയെ ശ്രദ്ധേയയാക്കിയ ചിത്രം. കുങ്കിയിലെയും സുന്ദരപാണ്ഡ്യനിലെയും അഭിനയത്തിന് തമിഴ്നാട് സർക്കാരിന്റെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിരുന്നു. വിനയൻ ചിത്രത്തിന് ശേഷം അലി അക്ബർ സംവിധാനം ചെയ്ത ഐഡിയൽ കപ്പിളിൽ ലക്ഷ്മി മേനോൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. പിന്നീടാണ് തമിഴിലേക്ക് ചുവട് മാറ്റിയത്. കാർത്തിക് സുബ്ബരാജിന്റെ സിദ്ധാർത്ഥ് ചിത്രം, ജിഗർദണ്ഡ, കാർത്തിയുടെ കൊമ്പൻ എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു. ശിവ സംവിധാനം ചെയ്ത വേതാളത്തിൽ അജിത് കുമാറിന്റെ സഹോദരി വേഷം ലക്ഷ്മി മേനോനെ കൂടുതൽ ശ്രദ്ധേയാക്കി. ചന്ദ്രമുഖിയുടെ രണ്ടാം ഭാഗമായ ചന്ദ്രമുഖി 2-ൽ പ്രധാന വേഷം ചെയ്തിരുന്നു. ദിലീപിനെ നായകനാക്കി ജോഷി സംവിധാനം ചെയ്ത അവതാരത്തിലൂടെയാണ് നടി വീണ്ടും മലയാളത്തിൽ തിരിച്ചെത്തിയത്. ചിത്രവും ലക്ഷ്മിയുടെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ദിലീപ് അവതരിപ്പിച്ച മാധവൻ മഹാദേവൻ എന്ന കഥാപാത്രത്തിന്റെ ഭാര്യയുടെ വേഷത്തിൽ മണിമേഖല എന്ന കഥാപാത്രത്തെയാണ് അവതാരത്തിൽ ലക്ഷ്മി മേനോൻ അവതരിപ്പിച്ചത്. എന്നാൽ അതിനുശേഷം മലയാളത്തിൽ അധികം പടങ്ങൾ ചെയ്തില്ല. തമിഴ് ചിത്രം ശബ്ദമാണ് നടിയുടെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.